ഷിരൂരിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ 11ാം ദിനം. കാലാവസ്ഥ അനുകൂലമായാൽ മുങ്ങൽ വിദഗ്ധർ പുഴയിലിറങ്ങും. തുടർച്ചയായ മഴ രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി. ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. മന്ത്രിമാരായ മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ഷിരൂരിലേക്ക്. കാർഗിൽ യുദ്ധ സ്മരണ പുതുക്കി രാജ്യം. പാക് സൈന്യത്തിന് മേൽ ഇന്ത്യ നേടിയ വിജയത്തിന് 25 വയസ്സ്. ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിക്കും. രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളെയും കാണും. കായിക ലോകത്തെ വരവേൽക്കാൻ ഒരുങ്ങി പാരീസ്. 33ാമത് ഒളിമ്പിക്സിന് ഇന്ന് ഔദ്യോഗിക തുടക്കം. രാത്രി 9-ന് വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങുകൾ. PV സിന്ധു ഇന്ത്യൻ പതാകയേന്തും. കൊയിലാണ്ടി ഗുരുദേവ കോളേജ് സംഘർഷത്തിൽ 4 SFI പ്രവർത്തകരുടെ സസ്പെൻഷൻ പിൻവലിച്ചു. നടപടി അന്വേഷണ കമ്മീഷന് നൽകിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ. സസ്പെൻഷനിലായത് പ്രിൻസിപ്പലിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും തോരാമഴ. 2 ദിവസം കൂടി കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലർട്ട്. എറണാകുളം കടമക്കുടി പാലത്തിന്റെ അലൈൻമെന്റ് മാറ്റിയതിൽ വിദഗ്ധ സമിതിയുടെ ഇടപെടൽ. സംഘം ഉടൻ പാലം സന്ദർശിക്കും. നടപടി പ്രദേശവാസികളുടെ പ്രതിഷേധം കനക്കുന്നതിനിടെ. കേരള വിഷൻ ന്യൂസ് ഇംപാക്ട്.